നമസ്കാരം. ജമ്മു കാശ്മീരിലെ റിയാസിയിൽ വലിയ തരത്തിലുള്ള ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായി എന്നുള്ളത് നമ്മൾ എല്ലാവരും വലിയ വാർത്തയായിട്ട് തന്നെ അത് കണ്ടതാണ്. 41 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും 10 പേരെ അതിക്രൂരമായിട്ട് വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യമായിരുന്നു. ക്ഷേത്ര ദർശനത്തിന് പോയ ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചാണ് ഈ ഭീകരവാദികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ജയ്ഷെ മുഹമ്മദ് ആണ് ഇതിന്റെ പുറകിൽ എന്നുള്ളത് ആ സമയത്ത് തന്നെ പുറത്തുവിട്ടാണ്. പാകിസ്ഥാന്റെ ചാര സംഘടനക്കടക്കം ഈ ഒരു ആക്രമണത്തിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് നമ്മൾക്കറിയാം, ജമ്മു കാശ്മീരിനെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ ഈ ജിഹാദി ഭീകരവാദികളുടെ അവരെ വലിയ രീതിയിൽ പിന്തുണച്ചുകൊണ്ട് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഒരു തിരിച്ചടി ഇതേ മോഡലിൽ കൊടുക്കുക എന്നുള്ള ഒരു നയത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ഗംഭീര വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് പാകിസ്ഥാന്റെ ഒരു പ്രവിശ്യയായിട്ട് എന്നും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് ബലൂചിസ്ഥാനെ സംബന്ധിച്ച്. അവിടെ ബലൂചിസ്ഥാനെ ഒരു പ്രത്യേക രാജ്യമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക സായുധ സേനയടക്കമുണ്ട്, അവർ നിരന്തരമായിട്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് പാകിസ്ഥാൻ പട്ടാളം ബലൂചിസ്ഥാനിൽ കയറിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി ആയിരക്കണക്കിന് ആളുകളെയാണ് അവിടെ വെടിവെച്ച് കൊല്ലുകയും സ്ത്രീകളെ അടക്കം ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും തങ്ങൾക്ക് പാകിസ്ഥാന് നേരെ ഒരു പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാൽ ഇതായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിലപാടെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ അവർ വലിയ രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള ആക്രമണത്തിലൂടെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ആ സമയം മുതൽക്ക് തന്നെ ബലൂചിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പൂർണ്ണമായിട്ടും അവിടെയുള്ള ഈ റിബലായിട്ട് നിൽക്കുന്ന ചില സംഘടനകളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ബലൂചിസ്ഥാന്റെ മോചനം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിലപാടായിരുന്നു. അപ്പോൾ ഇവിടെ 2014 മുതൽക്ക് തന്നെ നരേന്ദ്രമോദി സർക്കാർ ഭീകരവാദ ഗ്രൂപ്പുകളിൽ നിന്ന് നിരന്തരമായിട്ട് ഇന്ത്യ നേരിടുന്ന ഭീഷണികൾ അത് പാകിസ്ഥാന്റെ കൃത്യമായിട്ടുള്ള പിന്തുണയോട് കൂടിയാണ്. അപ്പൊ ഇതിന് തിരിച്ചടിയായിട്ട് ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ വിരുദ്ധ പോരാളികൾക്ക് കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുക എന്നുള്ള നിലപാടെടുത്തു എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ നടപ്പിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം, ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സൈനിക കേന്ദ്രത്തിന് നേരെ വലിയ തരത്തിലുള്ള ഒരു ആക്രമണമാണ് അവിടുത്തെ സായുധ സേന നടത്തിയിരിക്കുന്നത്. അതിൽ 102 പട്ടാളക്കാർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത പാകിസ്ഥാൻ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ 102 പട്ടാളക്കാർ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലാകാനാണ് സാധ്യത. പിന്നെ ലാഹോറിൽ നിന്നും മറ്റ് പാകിസ്ഥാന്റെ പ്രദേശങ്ങളിൽ നിന്നും ബസ്സുകളിൽ വരുന്ന ആളുകളെ ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ട് നിങ്ങൾ ബലൂചിസ്ഥാനാണോ അല്ലെങ്കിൽ പഞ്ചാബി പാകിസ്ഥാൻസ് ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ബലൂചിസ്ഥാൻകാരാണെങ്കിൽ അവരെ പ്രത്യേകം മാറ്റി നിർത്തി മറ്റുള്ളവരെ വെടിവെച്ച് കൊല്ലുന്ന ഒരവസ്ഥ. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എങ്ങനെയാണോ ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ ആക്രമണം നടത്തുന്നത് അതേ മോഡലിൽ തന്നെ ഇപ്പൊ ബലൂചിസ്ഥാനിലെ ഈ പറയുന്ന സായുധ സേനയെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെ ഗംഭീരമായിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയാണ്. സൈനിക കേന്ദ്രം വെച്ച് ഈ പാകിസ്ഥാനിലെ പട്ടാളക്കാർ ഓടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. അവർക്കിപ്പോ അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ പോലീസ് ഇല്ല, പട്ടാളമില്ല. ഇവർക്കാർക്കും ഇന്ന് ഇപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു പ്രവിശ്യയെ നിയന്ത്രിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ ഞെട്ടലോടെയാണ് പാകിസ്ഥാൻ ഇത് കണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമൊക്കെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ ഇതുപോലുള്ള കലാപരിപാടികൾ നടത്തിക്കഴിഞ്ഞാൽ അവിടെ ശക്തമായിട്ടുള്ള തിരിച്ചടി പാകിസ്ഥാനിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുമെന്നതിൽ തർക്കമില്ല. ഇവർക്ക് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള പാകിസ്ഥാൻ പട്ടാളം ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ള ആയുധങ്ങൾ, അതിലും ക്വാളിറ്റിയുള്ള ആയുധങ്ങൾ, മറ്റ് സാമ്പത്തികം, അല്ലെങ്കിൽ ഇത് ഒരു യുദ്ധത്തിന് സമാനമായ അല്ലെങ്കിൽ ഒരു പോരാട്ടം നടത്തുമ്പോൾ അവർക്ക് എന്തെല്ലാം ആയുധങ്ങളാണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കൃത്യമായിട്ടുള്ള സമയത്ത് പരിശീലനം അടക്കം അജ്ഞാതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പാകിസ്ഥാൻ തന്നെ പുറത്തുവിടുന്നത്. അപ്പോൾ ഈ അജ്ഞാതർ ആരാണെന്ന് വെച്ചാൽ അമേരിക്കയോ അഫ്ഗാനിസ്ഥാനോ മറ്റ് രാജ്യങ്ങളൊന്നും പാകിസ്ഥാനിലെ പ്രാദേശികമായിട്ട് ഇതുപോലൊരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അവർക്ക് കൃത്യമായിട്ട് ചെയ്യാനുള്ളത് യുദ്ധം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെ ആയുധങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ അത് പണം കൊടുത്തുകൊണ്ട് ആയുധങ്ങൾ എത്തിക്കുക. ഇത് സൗജന്യമായിട്ട് ആയുധങ്ങൾ കിട്ടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ബലൂചിസ്ഥാനിലെ പോരാളികൾക്ക് ഇപ്പോ അങ്ങനെ ഒരു കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പുറകിൽ ആരാണെന്നുള്ളത് പാകിസ്ഥാന് വ്യക്തമായിട്ട് അറിയാവുന്ന വിഷയം തന്നെയാണ്. അപ്പോൾ വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു ആഭ്യന്തരമായിട്ട് വലിയൊരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് പാകിസ്ഥാന് വലിയ രീതിയിലൊരു പ്രശ്നമായിട്ട് മാറുകയാണ്. ബലൂചിസ്ഥാന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള ജനവിഭാഗം താമസിക്കുന്നത് ഇവിടെയാണ്, ഈ ബലൂചിസ്ഥാനിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നുകൂടി ഇതാണ്.
തങ്ങളുടെ പ്രവിശ്യയിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തികം അത് ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ മറ്റ് പ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. അത് പൂർണ്ണമായിട്ടും ബലൂചിസ്ഥാന്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേ സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുന്ന സമയത്ത് ഇതിനെ പൂർണ്ണമായിട്ടും അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഈ ബലൂചിസ്ഥാനിലെ ഈ പോരാളികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വർഷമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് വലിയ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഇവർക്ക്. പാകിസ്ഥാൻ പട്ടാളം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് 2 വട്ടം യുദ്ധം ചെയ്ത പട്ടാളമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്, അതില്ല എന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം മോശമില്ലാത്ത സൈനിക സംവിധാനം തന്നെയാണ്. ആ സൈനിക സംവിധാനത്തെയാണ് ഒരു പ്രാദേശികമായിട്ട് നിലനിൽക്കാൻ, ഒരു പ്രവിശ്യയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ബലൂചിസ്ഥാനിലെ ഈ പോരാളികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവരെ ഓടിച്ചു കളയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ 102 പട്ടാളക്കാർ എന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ 102 അല്ല, അത് 200-ന് മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. സൈനിക ക്യാമ്പ് പോലും വിട്ടൊഴിഞ്ഞു പോകേണ്ട ഒരു സിറ്റുവേഷൻ പാകിസ്ഥാൻ പട്ടാളത്തിനെ അവരുടെ ചരിത്രത്തിൽ ഇന്നോളം മറ്റൊരു രാജ്യത്തിന്റെ ആക്രമണത്തിലല്ലാതെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആക്രമണത്തിലല്ലാതെ ഉള്ളിൽ നിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ഒരു യഥാർത്ഥ കാഴ്ചയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലും പഞ്ചാബിലും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും പ്രവിശ്യയിലൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ, പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഇവിടെ നിന്ന് ഒരു ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ പൂർണ്ണമായിട്ടും ഇന്ത്യക്കെതിരെ തിരിക്കുക, ഇന്ത്യയിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. ജമ്മു കാശ്മീരിലെ പോലീസിനെ ആക്രമിക്കുക, സൈനികരെ ആക്രമിക്കുക, മറ്റ് സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബങ്ങളെ ആക്രമിക്കുക, അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരെ, പ്രത്യേകിച്ച് കശ്മീരിന് പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുക. ആർട്ടിക്കിൾ 370 ശേഷം വലിയ രീതിയിലുള്ള ഒരു ആക്രമണ പദ്ധതികൾ കശ്മീരിൽ നടത്താൻ വേണ്ടി ഇവർ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പുൽവാമയ്ക്ക് പോലും ഒരു പ്രത്യാക്രമണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ബലൂചിസ്ഥാനിൽ നടന്നിരിക്കുന്നത്. പുൽവാമയിൽ മരിച്ചത് 44 ഇന്ത്യൻ സൈനികരാണെങ്കിൽ ഇപ്പൊ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ കണക്ക് പറയുന്ന അനുസരിച്ച് 102 സൈനികരാണ്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിലും തർക്കമില്ല. വലിയ രീതിയിലുള്ള ഒരു വിഷയം, അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഈ പറയുന്ന ബലൂചിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ആക്രമണത്തിൽ തളർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് പാകിസ്ഥാന്റെ നിലവിലെ സ്ഥിതി എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ദേശീയ മാധ്യമങ്ങൾക്കൊപ്പം തന്നെ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ഈ വിഷയത്തെ വലിയ രീതിയിൽ തന്നെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇത് ഉയർത്തി കാണിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആണ് ഇതിന്റെ പുറകിൽ, അല്ലെങ്കിൽ ഇന്ത്യയാണ് സാമ്പത്തികവും ആയുധവും നൽകി ഈ ബലൂചിസ്ഥാൻ പോരാളികളെ ശക്തിപ്പെടുത്തുന്നത്. ഈ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പോൾ കശ്മീരിൽ എവിടെയാണോ ആക്രമണം ഉണ്ടായത് അതുപോലെ തന്നെ അതിന്റെ ഇരട്ടിയായിട്ട്, അതിന്റെ 10 ഇരട്ടിയായിട്ട് പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കാൻ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ വലിയ ഒരു സംവിധാനത്തെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ചാര സംഘടന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഈ വാർത്തകളിൽ അസ്വസ്ഥമാവുക എന്നല്ലാതെ, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ നിന്ന് ആ ചിന്ത പാകിസ്ഥാൻ ഉപേക്ഷിക്കുക എന്നുള്ള നയം മാത്രമേ ഇനി ബലൂചിസ്ഥാനിൽ നിന്ന് ഇവർക്ക് ആക്രമണം നേരിടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും പാകിസ്ഥാൻ ഇനി ഈ തിരിച്ചടിയിൽ നിന്ന് മോചനമില്ല എന്നുള്ളതിൽ തർക്കമില്ല.